പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുടെ ശ്രീധരൻ ചാനലിലൂടെ ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം. ഇഞ്ചി അഥവാ സിംഗർ ഒഫിഷ്യനലെ ഒരു ശക്തമായ ആയുർവേദ ഔഷധമാണ്. കൂടാതെ അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ്, സാംക്രമിക വിരുദ്ധ ഗുണങ്ങൾ മൂലം വൈദ്യശാസ്ത്രത്തിന് വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു നല്ല ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവറാണ്. അതായത് നമുക്ക് നല്ല വിശപ്പുണ്ടാകാനും ആഹാരം പെട്ടെന്ന് ദഹിക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. അജീർണം കുറയ്ക്കുന്നു, ഭക്ഷണജീർണത്തിനെ സഹായിക്കുന്നു, കുടലിലെ ഗ്യാസ് കുറയ്ക്കുന്നു, അതുപോലെ ഛർദിയും തടയുന്നു. ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില ഛർദിലുകളൊക്കെ ഇല്ലേ, അതൊക്കെ വന്നിട്ട് ഇഞ്ചിയുടെ നീര് കഴിച്ചു കഴിഞ്ഞാൽ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. കുടലിലുള്ള അൾസർ അത് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ശരീരത്തിൽ കുടലിലുള്ള അസിഡിറ്റി അത് കൂടുമ്പോഴും നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ മെയിനായിട്ടുള്ള ഉപയോഗം ഇതിൻ്റെ നല്ലൊരു വേദന ശമനിയാണ്. അത് പെയിനും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കുന്നതായി കാണാം. പിന്നെ അസ്ഥിമജ്ജയിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഓസ്ട്രിയോ ആർത്തറൈറ്റീസ് എന്നൊക്കെ പറയുന്നില്ലേ, റൊമാറ്റോയിഡ് ആർത്രൈറ്റീസ് എന്നൊക്കെ പറയുന്നില്ലേ, ഇതിനൊക്കെ വന്നിട്ട് ഈ ഇഞ്ചി വളരെ ഫലപ്രദമാണ്. ഇഞ്ചി കഷായം എന്ന് പറയും. പിന്നെ മസിലിൻ്റെയൊക്കെ വേദന കുറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് നല്ലൊരു വേദനശാന്തിയായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ചിലർക്ക് ഈ മൈഗ്രെയിൻ, പലർക്കും ഈ മൈഗ്രെയിൻ ഈ ഇഞ്ചിയുടെ ഉപയോഗം കൊണ്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അതുകൊണ്ട് ഉണ്ടാകുന്ന തലവേദനയും മാനസിക സമ്മർദ്ദമൊക്കെ ഈ ഇഞ്ചി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ പഴയ നമ്മുടെ ആചാര്യന്മാരൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ പഴയ മുത്തശ്ശന്മാരും എല്ലാം ഇപ്പോൾ കൂടെ നമ്മുടെ കല്യാണത്തിനൊക്കെ ഇഞ്ചി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. കാരണം ഇഞ്ചിയുടെ ആ ഉപയോഗം നമ്മൾ ആ കഴിക്കുന്ന ആഹാരത്തെ വന്നിട്ട് പെട്ടെന്ന് ദഹിപ്പിക്കാൻ അതിനെ കൊണ്ട് കഴിയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ മെയിനായിട്ടുള്ള ഉപയോഗം അതിൻ്റെ പ്രതിരോധ ശക്തി, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനത് വളരെ ഹെൽപ്ഫുള്ളാണ്. ചുമ, ഫ്ലൂ, ഇങ്ങനെ ജലദോഷം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയൊക്കെ ഇതിൻ്റെ ജ്യൂസ് കഴിച്ചാൽ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഇത്. പ്രത്യേകിച്ച് ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഈ ഇഞ്ചി നമ്മൾ ദിവസവും ആ ഭക്ഷണത്തിലെ നമ്മളുടെ കറികളിലൊക്കെ ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുള്ള അനാവശ്യമായിട്ടുള്ള ഈ ടോക്സിസിറ്റി കുറഞ്ഞാൽ തന്നെ പല രോഗങ്ങളും, ക്യാൻസർ പോലെയുള്ള പല രോഗങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ നാലാമത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഹാർട്ടിന് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. രക്തസമ്മർദ്ദം കുറയ്ക്കും, രക്തക്കുഴലുകൾ തുറന്ന് BP, അതായത് ചില ഈ രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഇഞ്ചി നീര് നല്ലതാണ്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. പ്രധാനമായിട്ട് ആ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ചീത്ത കൊളസ്ട്രോൾ തന്നെ കുറയ്ക്കും. അതുപോലെ രക്തം കട്ടയാകുന്നത് തടയുന്നു. ഇതുപോലത്തും നമ്മുടെ ശരീരത്തിൽ രക്തക്കട്ട പിടിച്ചുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ, സ്ട്രോക്ക്, ഹൃദയാഘാതം, അങ്ങനെയൊക്കെ രക്തക്കട്ട കൊണ്ടുണ്ടാകുന്ന രക്തം കട്ട ആയി പിടിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും ഇതിനാൽ കുറയുന്നതായിട്ട് കാണാം. പിന്നെ നല്ലൊരു ഡയബറ്റീസ് കൺട്രോളറാണിത്. രക്തത്തിലെ പഞ്ചസാര ഇത് കുറയ്ക്കും. പിന്നെ വൃക്കയുടെ കുഴലുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ബ്ലഡ് അതായത് വൃക്കയിലൊക്കെയുള്ള ആ കുഴലുകളൊക്കെ വന്നിട്ട് അതിന് അടഞ്ഞു പോകാവുന്ന ഒരു രോഗമുള്ളവരുണ്ട്. അതായത് വളരെ ചുരുങ്ങുക ഹോൾസൊക്കെ. അപ്പോൾ അതിനെ കുറച്ച് നിയന്ത്രിക്കാനൊക്കെ ഈ നല്ല ഇതാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഓർമ്മശക്തിക്കും മെമ്മറി പവറിനും ഇത് വളരെ ഉപയോഗമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, അതുകൊണ്ട് അൾസമേഴ്സ്, പാർക്കിൻസൺ രോഗങ്ങളൊക്കെ കുറയ്ക്കുന്നു. പിന്നെ ക്യാൻസർ, നമ്മൾ ആൾറെഡി പറഞ്ഞു, ക്യാൻസർ വളർച്ച തടയുന്നത്. അഗ്നാശയ ആന്ധ്ര ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ എന്നിവ തടയാൻ ഇവ സഹായിക്കുന്നുണ്ട്. അതുപോലെ കീമോതെറാപ്പിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും
ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ട്. ഛർദിയും അതുകൊണ്ട് കീമോതെറാപ്പി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഛർദിയൊക്കെ ഉണ്ടാക്കി കുറയ്ക്കാനൊക്കെ നമ്മൾ ഇഞ്ചി നീര് ഉപയോഗിക്കാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇഞ്ചി കഷായം അത് ഉണ്ടാക്കിയിട്ട് അജീർണം, ചുമ എന്നിവയ്ക്കൊക്കെ നല്ല സാധനമാണ് ഇഞ്ചി കഷായം. പിന്നെ ഇഞ്ചി നീര് അതും നമുക്ക് ഈ വോമിറ്റിങ്ങിനും ശരീരത്തിലുള്ള അസിഡിറ്റി കുറയ്ക്കാനും ഒക്കെ കൊള്ളാം. ഇഞ്ചി എണ്ണ എന്ന് പറയില്ല, പേസ്റ്റ്, അതായത് ഇഞ്ചിയും എണ്ണയും, അതായത് നല്ലെണ്ണയും കൂടെ ചേർത്തുണ്ടാകുന്ന ഒരു എണ്ണ. ഇത് കീഴ്വേദനയും ആർത്തവ സംബന്ധമായ രോഗങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഇഞ്ചി ഗുളിക എക്സ്ട്രാക്റ്റ് ഡയബറ്റീസിനും ഹൃദയാരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. പൊതുവേ ഇഞ്ചിയുടെ ഈ ഉപയോഗം, ഇഞ്ചിയെ വന്നിട്ട് നമ്മുടെ നമ്മുടെ മുന്നോറുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാമഹന്മാർ നമ്മുടെ കറികളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത് വളരെ ഇഞ്ചിയെ തിരഞ്ഞെടുത്തതിന് വലിയൊരു കാര്യമാണ്. ഇഞ്ചി അസ്ട്രോളജിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. പൊതുവേ ഇഞ്ചിയെ വന്നിട്ട് നമ്മൾ ഒരു രാഹുവിൻ്റെ ഏജൻ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ ഇൽ എഫക്ട്സ് കുറയ്ക്കാൻ നമ്മളെ ഈ അസ്ട്രോളജിയും ഈ അതായത് ജ്യോതിഷശാസ്ത്രവും പണ്ട് നമ്മുടെ ആയുർവേദ ശാസ്ത്രവും ഒന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്നൊക്കെ എപ്പോൾ രാഹുവിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ കാണുന്നുണ്ട്, അപ്പോഴൊക്കെ നമ്മുടെ ആചാര്യന്മാർ പറയുമായിരുന്നു ഇഞ്ചി നീര് കൂടുതൽ ഉപയോഗിക്കാൻ പറയുമായിരുന്നു. അതായത് ഈ രാഹുവിൻ്റെ ആവശ്യമില്ലാത്ത ചില മൂവ്മെൻറ്റ്സാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വേദനകളും ഒക്കെ ഉണ്ടാകും, ജാതകത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ അസ്ട്രോളജിയിൽ ഇതിൻ്റെ പ്രധാന ഉപയോഗം രാഹുവിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എന്നാണ് നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലും പഴയ ആയുർവേദ ആചാര്യന്മാർ പറയുന്നതൊക്കെ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ അറിവ് എല്ലാവരിലേക്കും പകർത്താൻ സഹായിക്കണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നന്ദി, നമസ്കാരം.